ഓഫീസാണ് അത്ര, വക്കീൽ ഓഫീസ്. ഒരു പണിയില്ലാതെ കിടന്ന് ഉറങ്ങുകയാണ്. ആ സാർ എന്തോന്ന് സാർ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങണ? എന്തേ? ആ വത്സല മാഡത്തിന് സതീശൻ സാറിന്റെ ഓഫീസിലെ ആളുകൾ കേസ് കെട്ടുകളായിട്ട് കയറി ഇറങ്ങുകയാണ്. അതാപ്പൻ്റെ പ്രശ്നം. എടോ അവിടെ ആള് കയറി ഇറങ്ങും. എടോ ഈ വത്സല മേഡവും സത്യശീലൻ സാറും ഞാനൊക്കെ ഒരേ ബാച്ചിൽ LLB കഴിഞ്ഞവരാ, അറിയോ എനിക്ക്? എന്നിട്ട് സാറ് മാത്രം എന്താ ഇവിടെ കേസിൽ വക്കീലായിട്ടിരിക്കണേ? എടോ അതിന്റെ പിന്നിലൊക്കെ വലിയ കഥകളുണ്ട്. ഈ സത്യശീലൻ സാർക്കും വത്സല മേഡത്തിനും അതിനിടയ്ക്ക് ഒരു ലോട്ടറി അടിച്ച്. ലോട്ടറിയാ? ആ അതായത് ഇവരൊരു സീനിയർ വക്കീലുണ്ട്, വിശ്വനാഥൻ, പേര് കേട്ടൊരു വക്കീല്. ആ ഇയാളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് മയ്യത്താവുക. ഈ മയ്യത്തായതോടെ ഇയാളെ കേസ് മുഴുവൻ നമ്മൾ ഈ വത്സല മേഡത്തിനും സത്യശീലൻ സാർക്ക് കൊണ്ട് കിട്ടുക. എനിക്കുണ്ട് ഒരു സീനിയർ വക്കീൽ, പടച്ചോന്റെ കൃപ കൊണ്ട് അയാൾക്ക് ഇത്രയും കാലമായിട്ട് ഒന്നും പറ്റിയിട്ടില്ല. എന്നെപ്പോലൊരു ഗുമസ്തനെയാണല്ലോ എനിക്കിവിടെ കിട്ടിയത്. എടോ എൻ്റെ കെയർ ഓഫിൽ ഈ ഓഫീസിലേക്ക് ഏതെങ്കിലും ഒരു കേസും തുമ്പും കൊണ്ട് ഇഞ്ചി വന്നിട്ടുണ്ടോ? ആ സത്യശീലിന്റെ ഓഫീസിലെ ശശീനെ കണ്ടു പഠിക്കണോ ഗുമസ്തനെ. ഓൻ എത്ര കേശ സത്യശീലിന് കൊണ്ടു കൊടുക്കണമെന്നറിയോ? ഒരു ഉപകാരമില്ല ഉണ്ടായി ചെങ്ങായി. എൻ്റെ അച്ഛനുണ്ട്, അച്ഛനെ പിടിച്ച് കളിക്കല്ലോ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അച്ഛനെ വിളിച്ച് കളിച്ചല്ലോ. അല്ലാതെ എൻ്റെ അച്ഛൻ ഇവിടുത്തെ ഗുമസ്തനേനിയല്ലോ. അതൊക്കെ അച്ഛൻ്റെ മരണശേഷമാണല്ലോ എന്നെ പിടിച്ച് ഞാൻ ഗുമസ്തനാക്കിയത്. ആ കുടുംബം രക്ഷപ്പെട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ഇജ്ജ് പോയിട്ട് ഒരു കട്ടൻ ചായ മേടിച്ചിട്ട് വരും. ചെല്ല്. കട്ടൻ ചായ? ആ എന്തേ എന്താ കല്യാണാലോചന വന്ന് വന്നില്ല? ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താണ്? ഈ ഗുമസ്ത മൂത്തിട്ട് വക്കീലാവോ സാറേ? എന്താണ് ഗുമസ്ത മൂത്തിട്ട് വക്കീലാവൂന്ന്? എടത് ഈ മണ്ടിൽ മൂത്തിട്ട് മൂർക്കം പാമ്പാവും പോലെയല്ല. 5 കൊല്ലം LLB പഠിച്ചിട്ടാണോ ഞാനൊക്കെ ഉപ്പായിട്ടത്. 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ടോ ഇറങ്ങിക്കോ, അവന് വക്കീലാവണമെന്ന്. പോയി കട്ടൻ ചായ പഠിച്ചിട്ടുണ്ടോ? ഗുമസ്തന്റെ പണി. യെസ്, അഡ്വക്കേറ്റ് സത്യശീലൻ സ്പീക്കിംഗ്. ആ കുഞ്ഞു കുഞ്ഞു മുതലാളി, എൻ്റെ കുഞ്ഞു കുഞ്ഞു മുതലാളി, നിങ്ങൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പറ്റി ടെൻഷൻ അടിക്കാതെ. നിങ്ങൾക്കിപ്പോൾ എന്ത് വേണം? പോലീസ് പിടിച്ച 5000 ലിറ്റർ സ്പിരിറ്റ് പച്ചവെള്ളാക്കി തരണം, അത്രയല്ലേ ഉള്ളൂ. ഇത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താണ്? ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് മാറ്റർ. ഹലോ, ആ അതെ, ഐ വിൽ കോൾ യു ആഫ്റ്റർ ഹാഫ് ആൻ അവർ. ഓക്കെ. ആ എന്തായി അതിർത്തി തർക്കങ്ങളൊക്കെ തീർന്ന? സാറ് വന്ന് നോക്കിയതിന് ശേഷം ഇപ്പൊ ഒരു കുഴപ്പമില്ല. ആണല്ലേ? ഇനി നമ്മുടെ വക്കീൽ നോട്ടീസ് കൂടെ ചെല്ലട്ടെ, അവരൊന്ന് കടന്നുകൂടും. അല്ല, ഞങ്ങൾ അന്ന് വന്ന സമയത്ത് അവിടെ ഒരു പുഷ്പൻ മാതിരി ഒരാളുണ്ടായിരുന്നല്ലോ, ആരാള്? അല്ല, ഒരു പുഷ്പൻ മാതിരി ഒരു പൊങ്ങൻ. അതാ സാറേ എന്റെ ഭർത്താവ്. ആണോ നിങ്ങളുടെ ഭർത്താവ്? ആളൊരു പൊങ്ങനാ? അങ്ങനെയൊന്നും ഇല്ല സാറേ, അല്പം സ്വല്പം മദ്യപിക്കുമെന്നല്ലാതെ ഒരു കുഴപ്പമില്ല. അയാളൊരു പൊങ്ങനായിട്ടാണല്ലോ നമുക്ക് തോന്നിയത്, അല്ലേ മനസ്സിലെ? പിന്നല്ലാതെ അയാളും ഈ അതിർത്തി പ്രശ്നത്തിൽ ഒരു കണ്ണിയല്ലേ? കണ്ണിയാണ്. ആണോ? പിന്നല്ലാതെ. അതൊക്കെ ഞങ്ങൾ വക്കീലന്മാർക്ക് സംഭവം കാണുമ്പോഴേ പിടുത്തം കിട്ടുമല്ലോ. കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? 3 വർഷം. 3 വർഷം. കുട്ടികളുണ്ടോ? ഇല്ല. ഉണ്ട്? ഇല്ല. ഇല്ല. ഉണ്ടോ? ഇല്ല. ഇല്ല. മൈ ഗോഡ്, 9 വർഷമായിട്ടും കുട്ടികളില്ലേ? 9 അല്ല സാറേ, 3. ആ 3 9 ആണല്ലോ, ഞങ്ങളെല്ലാം പെരുക്കിയാ പറയാറ്. കണ്ടോ, അതും മനഃപൂർവ്വ. ശീതളൻ സാറേ, ഈ പ്രശ്നം എങ്ങനെയൊന്ന് കൈകാര്യം ചെയ്യാം? യെസ്, അഡ്വക്കേറ്റ് സത്യശീലൻ സ്പീക്കിംഗ്. അതൊക്കെ ഡൊമസ്റ്റിക് വയലൻസ് അല്ലാതെ എന്താ? അയ്യോ, എന്ന് വെച്ചാ? അതൊക്കെ നിങ്ങളെപ്പോലുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമ. ഇല്ലെന്നേ, വെറുതെ, എല്ലാം വെറുതെ. ആരാ പറഞ്ഞ വെറുതെയാന്ന്? അല്ല സർ, ഫോണില. അതെ, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെട, എല്ലാം നമ്മൾ വത്സല മേഡം ശരിയാക്കി തരും കേട്ടോ. ചുമ്മാ ഒന്നും നടക്കില്ല. ഫോണില്ല. അപ്പൊ വത്സല, ആ 2005 സെക്ഷൻ 20 പ്രകാരം ഫയൽ ചെയ്തു. ഓക്കെ സർ. ശശി, വന്നല്ലോ. ആ വക്കാലത്ത് ഇങ്ങോട്ട് എടുത്തോളൂ. കുട്ടി ഇങ്ങോട്ട് വരും. പേരെന്താ? അതുല്യ. ഇവിടെ വരൂ. ഈ ബേസിക് നീഡ്സ്, അതായത് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഇത്യാദി കാര്യങ്ങളിൽ ഭർത്താവ് എന്തെങ്കിലും മുടക്കം വരുത്തുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. എന്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കും. പിന്നെ കുറച്ച് കുടിക്കും. കുടിയുണ്ട്. പിന്നെ അമ്മ പറയുന്നത് കേക്കും. അതിനെന്താ കുഴപ്പം? അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാലോ, അല്ലേ സാറേ? പിന്നെ കുട്ടി ഇങ്ങോട്ട് വരും. ഇതിലൊക്കെ വേഗം ഒപ്പിട്ടോളൂ.
അയ്യോ ഇതിലൊക്കെ ഒപ്പിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? എന്ത് കുഴപ്പം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളുടെ നന്മയ്ക്കായിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യണേ. ധൈര്യമായിട്ട് ഒപ്പിട്ടോളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി മാഡം, ഞാൻ പോയിക്കോട്ടെ. അല്ല അതുല്ല, ഈ വക്കാലത്ത് ഇങ്ങനെ ഒപ്പിടുമ്പോഴേ എണ്ണ ചെലവുണ്ടേ. എണ്ണ ചെലവോ? ആ മനസ്സിലായില്ല? ഇവിടെ ഒരു പറഞ്ഞുതരാം. അതായത് ഈ വക്കാലത്ത് ഒപ്പിടുമ്പോൾ, ഹർജി തയ്യാറാക്കുമ്പോൾ, പിന്നെ ഇതെല്ലാം കോടതിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉമസ്ഥന് കൊടുക്കുന്നത് ഒക്കെ കൂടി ഞങ്ങൾ വക്കീലന്മാർ പറയുന്നൊരു ഭാഷയാണ് ഈ എണ്ണച്ചെലവേ. ശരി ശരി. ഇപ്പൊ ഇത് മതി, ഇനി ബാക്കി ഹർജി തയ്യാറാക്കുമ്പോ. ശരി, ഞാൻ പോയിക്കോട്ടെ. ഓ ശരി സാർ. ശരി. ഓ ഓ കേസൊക്കെ നാട്ടിൽ ഒരുപാടുണ്ട്. നമ്മളെ കൈമിൽ കിട്ടണ്ടേ, എന്നാലല്ലേ നമുക്ക് ബാധിക്കാൻ പറ്റുള്ളൂ. പഠിച്ചോന്റെ കൃപ കൊണ്ട് ഒന്നും കിട്ടില്ല. അപ്പം നിങ്ങൾ പിന്നെ വിളിക്കുന്നാൽ എന്താണ്ടോ ചിരിക്കണത്? എന്താ ചിരിക്കണതെന്ന്? ഒന്നുമില്ലാണ്ട് വെറുതെ ആയിട്ട് ചിരിക്കുക. തുടങ്ങിക്കണല്ലോ ഈ ചിരിക്കേ. എടോ, ഈ ചിരിക്കണ നേരം കൊണ്ട് പുറത്തു പോയിട്ട് ഏതെങ്കിലും ഒരു കേസ് പിടിച്ചു കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നുണ്ടോ? മുമ്പ് അങ്ങോട്ട് വന്നോളൂ ഓഫീസിൽ, ഇത് കുത്തിരുന്ന് തുടങ്ങിക്കോളും ചിരിക്കാൻ. ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യൊക്കെ ജനിച്ച് അത് നിന്നിട്ടി. ഇനിയിപ്പോ നോട്ടായി. എന്തിനാണ്ടോ ഇങ്ങനെ നോക്കണത്? എടോ, അന്നോട് ഇജ്ജ് എന്തിനാ നമ്മളെങ്ങനെ നോക്കണതെന്ന്? സാറെന്തിനാ എന്നെ നോക്കണത്? ഇപ്പൊ ഞാൻ നോക്കണ ഇജ്ജ് എങ്ങനെയാ കണ്ട്? ഞാൻ സാറിനെ നോക്കിയപ്പം അതന്നെ നമ്മൾ ചോദിച്ചു, ഇജ്ജ് എന്തിനാ നമ്മളെങ്ങനെ നോക്കിയിരിക്കണതെന്ന്? പിന്നെ ഞാൻ തോന്നി ഒരു കേസുമില്ല, പണിയില്ല, ചുമ്മാ ഇരുന്ന് നോക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. ഇതെന്തോന്ന് കൂത്ത്? ആ എന്തോ ഇത് സാറ് നിങ്ങൾ രണ്ടുപേരും കൂടി? ഒന്നുമില്ല, പ്രത്യേകിച്ച് കേസൊന്നും ഇല്ലാത്തോണ്ടേ ബെനേറ്റ് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു എത്രയും ചോദിച്ചത് വെറുതെ കുത്തിരിക്കാന്ന്. അല്ല ഇപ്പൊ സാക്ഷി പറച്ചിലൊന്നും ഇല്ലേ? ഞാനിപ്പോ സാറിനെ പോലെ തന്നെയായി. എന്തേ? 10-20 കൊല്ലായാലും ഞാൻ ഈ കള്ളസാക്ഷിയൊക്കെ പറയാൻ വേണ്ടി നടക്കുന്നത്. ഇപ്പൊ ജഡ്ജിമാർക്ക് പോലും എന്റെ മുഖം മടുത്തുപോയി. അത് ശരി, അപ്പൊ പണിയില്ല? ഇല്ല, വക്കീലുമാരെല്ലാരും കൂടി വേറെ ആരാക്കെ നിശ്ചയിച്ചു. ചുരുക്കി പറഞ്ഞപ്പോ വയ്യാതാരായി. എന്തേടോ? എന്നിട്ട് ഇപ്പൊ മാസങ്ങളായി വീട്ടിൽ തന്നെ കുത്തിരിപ്പാണ്. അത് ഭാര്യയുടെ മുഖം കണ്ടിട്ടാ ഇരിക്കുന്നത്. ഇനി നല്ല വല്ല മുഖമാണെങ്കിൽ പിന്നെ വേണ്ടൂലായിരുന്നു. അപ്പൊ ഭാര്യ നിങ്ങളെ മൊന്തായത്തിലേക്കല്ലേ നോക്കല്? പിന്നെ അതൊക്കെ ആയ കാലത്ത് നോക്കണ്ടീനി, മൊഞ്ചുള്ളതിനെ കെട്ടണ്ടീനി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം. ഇപ്പൊ പോയിക്കോളി തൽക്കാലം. വിളിക്കണം കേട്ടാ. വിളിക്കും, നമ്പർ ഇവിടെ ഉണ്ട്. പോട്ടെ. വരി ഡോ, എണീക്കൂടെ ഒരാള് വന്ന കണ്ടില്ലേ? എണീക്കേ. കുത്തിരിക്കി. എന്താ കേസ്? നമസ്കാരം സാർ. നോക്കട്ടെ. ഇത് പുലിവാലാണല്ലോ ഇത്. പുലിവരാവോ സാറേ? അപ്പൊ ഇതാണ് കേസ് അല്ലേ? നിങ്ങളെ പെണ്ണുങ്ങള് ഇങ്ങക്കെതിരെ കൊടുത്ത കേസ്. പ്രശ്നമാക്കണ്ട, ശരിയാക്കി തന്നെ സാറേ. നമ്മൾ ശരിയായിക്കോളാം. നിങ്ങൾ ബക്കാലത്ത് ഒപ്പിട്ടിട്ട് നിങ്ങൾ പോയിക്കോളി. ഓ, ബക്കാലത്ത് ഒപ്പിടുമ്പോ മറ്റേ കൂടി വെക്കണം. ഏത് കയ്യേ? നമ്മള് കൈ തരണ്ട. ലോലിത വാങ്ങി വെച്ചോ. ഇതെന്തിനാ ഇത്? ഇത് എന്റെ കൈ, ഇത് സാറിന്റെ കൈ. കൊടുത്തേക്ക്, പാവാണ്, ജീവിച്ചു പോയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ പോയിട്ട് വൈകുന്നേരം പോന്നോളി. വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മൾ ഹർജിയൊക്കെ എടുപ്പിച്ചോളാം. കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയായിക്കോളാം കേട്ടോ. ശരിയാക്കി തന്നെ. ഓ, ധൈര്യമായിട്ട് പോയിക്കോളി. അടച്ചോനെ, ഇതങ്ങോട്ട് ശരിയായി കിട്ടിയാ മതി. സാറിനപ്പൊ എന്റെ അടുത്ത് സ്നേഹമുണ്ട്. ഇങ്ങെടുക്ക്. അതും അനക്കും 500 തന്നത്. 500 ആവശ്യം എനിക്കില്ലേ. വൈകുന്നേരം ചില്ലറാക്കിയിട്ട് 200 ഞാൻ തരണ്ട് കേട്ടോ. 200 തരണ്ട്. അതിനുള്ള വകുപ്പൊക്കെ ഉള്ളു ആടെ. വക്കീല് ഞാനാ, ഗുമസ്തനായി. മറ്റേ പരിപാടിയായിപ്പോ സാറേ. ശശി, ഇന്നലെ ജാമ്യം എടുത്ത ക്രിമിനൽ കേസ് 323 കക്ഷി വാദിയായി വേറൊരു കേസ് CGM സെക്കൻഡിലുണ്ട്. കേസ് നമ്പർ എത്ര സാറേ? കേസ് നമ്പർ CC 1153/11. അതിന്റെ അടയാള സഹിതം പകർപ്പെടുക്കണേ. ഓ, അപ്പൊ അപേക്ഷ കൊടുക്കണം. സത്യശീലൻ സാറേ, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒരുപോലെ ആയല്ലോ. എന്താണോ? ദേ കക്ഷി ഇവിടെ തന്നെ ഉണ്ട്. വരണം. താരിഖ് എത്തിയോ? എടോ, തന്റെ ആ കേസേ ഒരിക്കലും തലയുരാൻ പറ്റാത്തതായിരുന്നു. പിന്നെ ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചതുകൊണ്ടാണ് ഇപ്പൊ ജാമ്യം കിട്ടിയത്.
വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയാൻ പാടില്ല എന്നാണ്. അതെനിക്കറിയാം സാർ. അറിഞ്ഞോണ്ട് മാത്രം കാര്യമില്ലല്ലോ. അല്ല സാറെന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. ശശി എന്തോ ഒന്ന് എടോ, സത്യശീലൻ സാറിനെ മാത്രം കണ്ടാൽ പോരാ, ശീതളൻ സാറിനെയും മത്സല മാഡത്തിനെയും കാര്യമായി തന്നെ ഒന്ന് കാണണം. അതെന്തിനാ? കേസിൻ്റെ ആദ്യഘട്ടത്തിൽ മാത്രമേ സത്യശീലൻ സാർ ഇടപെടൂ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവരല്ലേ. അവരെ വേണ്ട രീതിയിൽ കണ്ടില്ലെങ്കിൽ അത് ദോഷം ചെയ്യൂ. അല്ല അതെങ്ങനെയാണ് എത്രയാന്നൊക്കെ അറിയാതെ. അതിപ്പോൾ സത്യശീലൻ സാറിന് കൊടുത്ത അത്ര ഒന്നും വേണ്ടെന്നേ. എന്നാലും ഒരെന്നാലും ഇല്ല. താൻ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് ആലോചിക്കേണ്ടതല്ലേ? ഇപ്പൊ ഇത് മതി. ഇനി പ്രൂഫ് അഫിഡവിറ്റ് ചെയ്യുമ്പോ കാര്യമായിട്ട് കണ്ടുവരും. ചെന്ന് ശീതളൻ സാറിനെ കണ്ടോളൂ. എന്നിപ്പോ കാണുന്നില്ല, അവധിക്ക് കണ്ടാലും മതി. ഈ പാവപ്പെട്ടവനൊന്ന് കണ്ടോളൂ. പകർപ്പ്, ശരിപ്പകർപ്പ്, അവധിക്ക് അപേക്ഷ എല്ലാം ഈ ഗുമസ്തൻ സാറിന്റെ പണിയാ. ഒന്ന് കണ്ടോളൂ. എന്താ പിന്നെ ഞാനും കൂടെ ആ, പോട്ടെ. ഐ, പോയി വരട്ടെ എന്ന് പറയൂ. അങ്ങനെ ആയിക്കോട്ടെ. അതെ, മാഡത്തിന് ഏത് കേസാ? എനിക്ക് ഇന്നലത്തെ കേസ് തന്നെയാ. ഇന്നലത്തെ കേസോ? ഓ, അത് അവധിക്ക് വെച്ചൂടെ? എന്തിനാ? സ്വയംവര സാറിന്റെ അളിയെ കുത്തേറ്റ ആശുപത്രിയിലാ. ആ. അവിടെ വരെ പോയാ അംഗവും കാണാൻ താളി പിടിക്കാം. ഈ സത്യശീലൻ സാറിന്റെ ഒരു കാര്യം, ഒരു വെടിക്ക് 2-3 പക്ഷികളൊക്കെ. അപ്പൊ നിങ്ങളെ ഹർജി കിട്ടിക്കുന്നു. നമ്മളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കേട്ടോളി. ലോലിതാത്തൊന്ന് വായിച്ചോട്. അത് നമ്മുടെ കേരളത്തിലെ വേണ്ടപ്പെട്ട അഡ്വക്കേറ്റ്മാരിൽ ഒരാളാണ് മൊയ്തു സാറ്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഗുംസനാണ് ഞാൻ. വായിക്കട്ടെ സാർ? വായിച്ചോട്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ 2012 CPM ഹർജിക്കാരി എടോ CMP ആണ്, CPM അല്ല. ഓ, ഇത് മറ്റേ പാർട്ടി. ഏത്? രാഘവന്റെ. ഈ എങ്ങനെയാണ്ടോ നിന്റെ ഗുമസ്തനായത്? എടോ CMP എന്ന് പറഞ്ഞ ക്രിമിനൽ മിസ്ലീനിയസ് പെറ്റീഷൻ ആണ്. എന്തെന്ന്? അത് പറയുമ്പോൾ കേൾക്കണ്ടേനി. ഈ കോഡ് കേക്ക്, ഞാൻ പറഞ്ഞുതരാം. ഹർജിക്കാരി അതുല്യ, നിങ്ങൾ പെണ്ണുങ്ങളല്ലേ? ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലന്റ് ആക്ട് 12ാം വകുപ്പ് പ്രകാരം ബോധിപ്പിക്കുന്ന ഹർജി. 1. ഞാനും 1ാം എതിർ ഹർജിക്കാരനും തമ്മിലുള്ള വിവാഹം 2009 ഒക്ടോബർ മാസം 29ാം തീയതി ഹിന്ദു ഈഴവ സമുദായ പ്രകാരം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിട്ടുള്ളതാകുന്നു. ശരിയല്ലേ? ശരിയാണ് സാർ. ഇനി 2. വിവാഹശേഷം 1ാം എതിർ ഹർജിക്കാരൻ മിക്ക ദിവസങ്ങളിലും മദ്യപിച്ച് സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുകയും. സാർ, എൻ്റെ വീട്ടിൽ അനുജനുമായിട്ടൊരു അതിർത്തി തർക്കം ഉണ്ടായിരുന്നത് ശരിയാ. ഞാൻ അവനോടൊപ്പം ചേർന്ന് 2 വർത്തമാനവും പറഞ്ഞു. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ കുടുംബത്തിലും നടക്കുന്നത് പോലെ ചില്ലറ പിണക്കങ്ങളും അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല സാർ. അത്രേ ഉണ്ടാവുള്ളൂ. ഇതാ അഡ്വക്കേറ്റ് സത്യശീലന്റെ കുബുദ്ധിയാണ്. അങ്ങനെ പേര് മാത്രം സത്യശീലൻ എന്ന് പറഞ്ഞു. ഓ മഹാ ആറമ്പറപ്പാ. നിങ്ങൾ പേടിക്കണ്ട. ഇതിപ്പോ ഈ ഗാർഹിക പീഡന കേസിൽ നിങ്ങളെ പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എഴുതി ചേർക്കണത്. അങ്ങനെ ചേർക്കണോ? പക്ഷെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്. അഡ്വക്കേറ്റ് മൊയ്തു നിങ്ങളെ കൂടെ ഉണ്ട്. നമ്മൾ കഴിച്ചിലാക്കി തരും നിങ്ങളെ. പക്ഷെങ്കിൽ കുറച്ച് പൈസന്റെ ചെലവ് വരും. സാറേ, പൈസ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പം തന്നായിരുന്നു. നേരത്തെ തന്നത്. അത് നേരത്തെ, ഇതിപ്പോഴത്തെ. ഇതിപ്പോ ഹർജിന്റെ കോപ്പി എടുത്തൊക്കെ ഓനല്ലേ, ലോലിതനല്ലേ. ആ ചെലവ് അവിടെ വരും. വേറെ അല്ലറ ചില്ലറ ചില ചെലവുകൾ നമുക്ക് വരാണ്ട്. ചുരുക്കത്തിൽ ഒരു 2000 രൂപ അവൻ്റെ അടുത്തോട്ട് കൊടുത്തേക്ക്. 2000? ഗാർഹിക പീഡനല്ലേ, പൈസ ചെലവാവും. ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം. നീ ധൈര്യമായിട്ട് പോയിക്കോളി കേട്ടോ. പഠിച്ചോണ്ട് കൃപോണ്ട് ഒക്കെ ശരിയായിട്ട് പെട്ടെന്ന് ശരിയാക്കാം. സത്യശീലൻ സാറല്ലേ? അയ്യോ, സത്യശീലൻ സാർ വരുമ്പോ ഇത്ര ലേറ്റ് ആവൂലോ. പിന്നെ അതുല്യ, നമ്മള് വേറൊരു കേസും കൂടി ഫയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും കേസോ? അങ്ങനെ ഒരു കേസും കൂടി കൊടുത്താലേ നമ്മൾ മുമ്പ് കൊടുത്ത കേസിന് ഒരു ബലം കിട്ടുള്ളൂ. അങ്ങനെ ഒരു ബലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്റെ ഭർത്താവിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഹർജിയൊക്കെ ഞങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഫയൽ ചെയ്താൽ മതി. അത് ചെയ്തോളൂ. പക്ഷെ ഇന്നലെ എന്റെ ഭർത്താവ് എന്നെ കാണാൻ വന്നു. ഒരിക്കലും പാടില്ല. കേസ് മുറുകണന്റെ ലക്ഷണം അത്. സ്ത്രീ സംരക്ഷണ നിയമം ഉള്ളിടത്തോളം കാലം കുട്ടി ഒന്നുകൊണ്ട് പേടിക്കണ്ട. പിന്നെ യാതൊരു കാരണവശാലും ഒരു കോംപ്രമൈസിനും തയ്യാറാവരുത്. സമയമാകുമ്പോ സത്യശീലൻ സാറ് പറയും. ഇപ്പൊ കുട്ടി ചെയ്യേണ്ടത് എണ്ണച്ചെലവിനുള്ള കാര്യങ്ങളാണ്. ഇനിയും എണ്ണ ചെലവോ? എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. അതെ അതുല്യ, തൊട്ടടുത്ത് തന്നെ ഗോൾഡ് പണയം വെച്ച് ലോൺ കിട്ടണ സ്ഥലമുണ്ട്. ഇവിടുന്നാന്ന് പറഞ്ഞാൽ അവര് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തരും. അത് പിന്നെ അതുല്യയുടെ കാര്യത്തിനല്ലേ, ഞങ്ങളുടെ കാര്യത്തിനല്ലല്ലോ. ചെല്ലു ചെല്ലു ചെല്ലു, ഞാൻ നോക്കട്ടെ. ചെന്നോളൂ. സാറേ നമസ്കാരം. നമസ്കാരം. സത്യശീലൻ സാറ് പറഞ്ഞു വിട്ടതാ. എന്തിന്? അല്ല, കാറിന്റെ ബാക്കി പണം അടക്കണമായിരുന്നു. അത് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഓഹോ. ഞാൻ കാറിന്റെ റെപ്പ. കാശ് ഇപ്പൊ വരും, ഉറപ്പാ. ചേട്ടാ,
ഈ തള്ളവരൽ എന്താ പറ്റിയേ? ഓ ഇതൊന്ന് കുത്തിപ്പഴുത്തതാ. ശീതളൻ സാറേ, ഓ. ഒരു MACTക്ക് വകുപ്പുണ്ടല്ലോ എവിടെ? ഇവിടെ ഈ ഓ തള്ളവരലില്. ഓ ഓ ഓ ഇതൊന്ന് കുത്തിപ്പഴുത്തതല്ലേ? അത് തനിക്ക്. ഞങ്ങൾക്ക് ഇത് CRP സെക്ഷൻ 156(3) പ്രകാരം ഫയൽ ചെയ്യാവുന്ന ഒരു MACT കേസാ. അല്ല മാഡം, ഇത് എടോ 2 കൊല്ലം കഴിഞ്ഞിട്ട് 2 ലക്ഷം രൂപ തനിക്ക് വെറുതെ കിട്ടുകയാണെങ്കിൽ തന്റെ വീട്ടുകാരെ തന്നെ ചീത്ത പറയോ? ഒന്നും പറയില്ല. പിന്നെ പണം തനിക്ക് അതിന് മുമ്പ് കിട്ടണമെങ്കിൽ ഒരൊറ്റ അദാലത്ത്, അത് മാസങ്ങൾക്കുള്ളിൽ തീരും. പക്ഷേ തുക കുറച്ച് കുറയും, അത് വേണോ? എനിക്ക് കിട്ടണമെങ്കിൽ പണമായിട്ട് തന്നെ കിട്ടണം. അപ്പൊ ശശിയേ, ശശി ഇയാളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് കൊണ്ടുവരും. പിന്നെ കോടതിയിൽ പോണേക്കാൾ മുമ്പ് മറ്റു ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്താ? അതെന്ന് പറഞ്ഞാൽ ഓരോ ഒടിവിന് 1000 രൂപ വെച്ച് 4 ഒടിവിന് 4000 രൂപ ഡോക്ടർക്ക്, പിന്നെ പ്രതിക്ക് 5000 രൂപ, പിന്നെ ഇൻഷുറൻസ് ഉള്ള ഒരു വണ്ടി വേണം, അതൊരു 2000 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ മറ്റു ചില ചെലവുകൾ, അങ്ങനെ എല്ലാം കൂടി ഒരു 20,000 അല്ലേ? അത് മതിയാവും. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. പിന്നെ ഈ കിടക്കുന്ന എന്തുവാ? അത് ഇന്നത്തെ വണ്ടിയുടെ കളക്ഷനാ. ഓ എടോ, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. 2 ലക്ഷം രൂപ വേണ്ട തനിക്ക്? 2 ലക്ഷം രൂപ? ഇന്നത്തെ പത്രവാർത്തയിൽ നമ്മുടെ കോടതി പരിധിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആകെപ്പാട് ഒരു കേസേ ഉള്ളൂ. അതേതാ ക്രിമിനലാ? ഒളിച്ചോട്ടാ. 2 കുട്ടികളുടെ അമ്മ ഒളിച്ചോടി പോയി ഡ്രൈവറുടെ കൂടെ. ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അതായത് ഏജ്മർ ലോ സെക്ഷൻ 379 റേപ്പ് ലോ ഉൾപ്പെടുത്താവുന്ന കേസാണ്. പക്ഷെ ഭർത്താവ് ആത്മഹത്യ ചെയ്തല്ലോ. അതിനെന്താ സാറേ, നമുക്ക് ബന്ധുക്കളെ സാക്ഷിയാക്കി കേസ് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. വത്സല, നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് വരുന്നുണ്ട് കേട്ടോ. അല്പം കോപത്തിലാണെന്ന് തോന്നുന്നു. അതുല്യ, വെരി ഗുഡ് മോർണിംഗ്. അതെ, എനിക്ക് കേസ് വേണ്ട. അയ്യോ, അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. സത്യശീലൻ സാർ പിണങ്ങും. ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ ഹർജിയിൽ എഴുതി ചേർത്തത്? അതൊക്കെ ഇപ്പൊ നാട്ടില് പാട്ടാ. അതുമല്ല, ഞങ്ങളുടെ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാന്നാ എല്ലാരും പറയുന്നത്. രമ്യോ? അതാരാ? നമുക്ക് പ്രതിയാക്കാൻ പറ്റുന്ന ആരെങ്കിലും ആണോ? ഓ, രമ്യമായിട്ട് പരിഹരിക്കാന്ന്. ഓ, അങ്ങനെ ഇത് രമ്യമായിട്ട് പരിഹരിക്കാൻ ഞങ്ങൾ സോഷ്യൽ വർക്കേഴ്സോ ഇത് പാർട്ടി ഓഫീസോ ഒന്നും അല്ലല്ലോ. പിന്നെ അത് മാത്രല്ല, ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും എടുത്തതിന് ശേഷം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് തീരുമാനം എടുക്കാം, അല്ലേ സാറേ? പിന്നെ മാത്രമല്ല, സത്യശീലൻ 498A കേസ് വേറെ ചാർജ് ചെയ്യാൻ പോവാ. സത്യശീലന് നാണക്കേടുണ്ടാക്കി ഇനി കേസ് വേറെ ആവും. അതുകൊണ്ട് അതുല്യ, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. വീട്ടിൽ പോയിട്ട് നല്ലോണം ആലോചിക്കും. തീരുമാനം എടുക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. കുറെ വക്കീലന്മാർ വന്നേക്കും. ഓക്കിലൊരു പന്തികേടുണ്ടോ? ഇനിയിപ്പൊ അതുല്യാന്നാവോ? സത്യശീലൻ സാറേ, നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് കേസ് ഉണ്ടല്ലോ അതുല്യ, ഇവിടുന്ന് വയലന്റ് ആയിട്ടാണേ പോയത്. അതിൽ കാര്യമൊന്നുമില്ലാന്ന്. ഏതായാലും നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാലേ അതിന്റെ ഒരു തീരുമാനമൊക്കെ ആവുന്നത് വരെ നമുക്കത് നീട്ടിക്കൊണ്ട് പോവാം. അല്ല, ഇത് എന്താ പ്രശ്നം വെച്ചെങ്കിൽ ഈ നാട്ടുകാർ കുറെ പേരുണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. വക്കീലുമാരാണ് അവിടെ നീട്ടിക്കൊണ്ടുപോകും. അല്ല, കുറെയൊക്കെ നമ്മുടെ കാര്യം അവർക്ക് അറിയാം. അങ്ങനെയാണ്. എനിക്കൊരു ഡൗട്ടുള്ളത് എന്താണെന്നറിയാവോ? നമ്മുടെ കേസില്ലാതിരിക്കുന്ന അഡ്വക്കേറ്റ് മൊയ്തുണ്ടല്ലോ, ഈ കേസ് അങ്ങനെ കറക്കി തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ്. സാധ്യതയുണ്ട്. കാരണം പുറത്തൊക്കെ പുള്ളിക്ക് കുറെ ഏജന്റുമാരൊക്കെ ഉണ്ട്. അല്ല, ഇനിയിപ്പോ അവര് തമ്മിൽ രമ്യതയിൽ എത്തുകയാണെങ്കിൽ അല്ല, അങ്ങനെ വരുമ്പോ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം അതിന്റെ മുൻപിൽ എടുത്തു വിടണം. അത് പ്രശ്നമാക്കിയിട്ട് കേസാക്കി കൊണ്ടുവരാൻ പറ്റുമോ നോക്കണം. അതാ പ്രശ്നം. എന്താ നിങ്ങളെ ഉദ്ദേശം? എന്താ ഉദ്ദേശം നിങ്ങളാ? അല്ല മാഷേ, എന്താ തന്റെ ഉദ്ദേശം? വേലി തർക്കം പരിഹരിക്കാൻ വന്ന എന്റെ ഭാര്യയെ പിടിച്ച് ഡൈവോഴ്സിന്റെ പക്കത്തോടെ നിങ്ങൾ എത്തിച്ച്. അതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ എന്റെ സുഹൃത്തെ, ഇതൊരു വക്കീൽ ഓഫീസാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ബഹളം വെക്കാൻ പാടില്ല. ബഹളം വെച്ചാൽ എന്തായി? അതെ സാറേ, ഞങ്ങൾക്ക് ഇനി കേസൊന്നും വേണ്ട. ഞങ്ങൾ അങ്ങ് വെറുതെ വിട്ടാ മതി. അത് നടക്കില്ല പെങ്ങളെ. അതെങ്ങനെ നിങ്ങൾ കേസുമായിട്ട് വരിക പിന്നെ പറ്റില്ല എന്ന് പറയാ? സാറേ, അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അതായത് വായന മുറുക്കാനാ മനസ്സില ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, അതിപ്പോ നിങ്ങൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ 6 മാസം കഴിയാതെ ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതെ, ഒരു ചെറിയ വേലി തർക്കമായിട്ട് വന്ന എന്നെ 3 പേരും കൂടെ പ്രലോഭിപ്പിച്ച് ഡൈവോഴ്സ് വരെ എത്തിച്ച്. ഇനി ഇതുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒന്ന് വെറുതെ വിട്ട് ഞങ്ങളൊന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മതി. എന്റെ സഹോദരി, നിങ്ങളുടെ വേലിയുടെ വലിപ്പ ചെറുപ്പം നോക്കിയിട്ടല്ല ഞങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് ആദ്യം പറഞ്ഞതല്ലോ മനസ്സിലാ. ഇയാള് കുടിക്കും,
ഞാൻ കുടിക്കുമെന്നോടി നീ? പിന്നെ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കൂ, അങ്ങനെ പറഞ്ഞില്ലേ? ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൽ ഒപ്പിട്ട് തന്നത്. അത് പിന്നെ എണ്ണ ചെലവെന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ മൂന്നുപേരും കൂടെ എത്ര രൂപ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്? എന്റെ സ്വർണ്ണം മൊത്തം കൊണ്ട് പണയം വെച്ച്, എന്നിട്ട് അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് ഒപ്പിട്ടു. അല്ലാതെ നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയാണോ ഞങ്ങൾ വല്ല പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊക്കെ പരിഹരിച്ചു തരാൻ? ഞങ്ങൾ വക്കീൽമാരാ. നിങ്ങൾ പ്രശ്നമായിട്ട് വരുമ്പോൾ ഞങ്ങൾ അത് പരിഹരിക്കും, അതിന് ഫീസും വാങ്ങും. എന്റെ സാറിന്റെ പ്രശ്നം പരിഹരിക്കണ്ട, ഞങ്ങൾ തമ്മിൽ ഇപ്പൊ യാതൊരു പ്രശ്നവും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവണേ? കേസിന്റെ ഫസ്റ്റ് അപ്പിയറൻസ് കഴിയാതെ ഇതിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നിങ്ങളെ അപ്പിയറൻസ് നോക്കി നടക്കലല്ല എന്റെ പണി. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, പറ്റുമോ? അല്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, പറ്റുമോ? ആ ശരി 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 ശരി. നിങ്ങൾ തർക്കമായിരുന്നു, ഇവിടെ വന്നു, ഞങ്ങളുടെ ഉപദേശം തേടി, നിങ്ങളിപ്പോ ഒന്നായി. നന്നായി. എന്നാലും ഒരു കേസ് ബാക്കിയുണ്ടല്ലോ. നിങ്ങൾ ഇവിടെ എന്ത് കേസുമായിട്ടാണ് വന്നത്? വേലിത്തർക്കം. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ല, നല്ലൊരു രീതിയിൽ നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കുന്നു അല്ലേ? ഇനി പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് വേറൊരു കാര്യം ചെയ്യാലോ, നമുക്ക് ആ വേലി പ്രശ്നം എടുത്തിടാലോ.